ഹലോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. മൻസൂർക്കല്ലേ? അതെ. എന്റെ പേര് അസീസ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ആ ഉം, ഞാനൊരു മൊയ്ലിയ ഒന്നല്ല, അത് സാധാരണക്കാരനാണ്. ഉം. ഞാനും. നിങ്ങളും ഉം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, നിങ്ങളിപ്പോ ഈ പരിപാടി ചെയ്യണ്ടല്ലോ, ആ. നല്ല കാര്യമാണ്. ഉം. അപ്പോ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്ക് ജനങ്ങൾക്കും കൂടി ഉപകാരമുള്ള ലെവലിലേ ആ. അതിനുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഇസ്ലാം പരമായിട്ടുള്ള ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഉം, അതും കൂടി ഇതിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ പരിപാടി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ഭാഗം അതിന് മാറ്റി വെച്ചുകൂടെ ചോദിക്കും. ഉം. അവർ എന്റെ സമയത്ത് അതിന് മാത്രമുള്ള നമ്മളിപ്പോ അറിവൊന്നും എനിക്കില്ല ബായ്. അല്ല, അറിവില്ലാത്തത് നമുക്ക് ഇപ്പൊ അറിവുള്ള ആൾക്കാരുണ്ടാവൂല, അപ്പൊ അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തുകൂടെ? എന്റെ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു, മറ്റു വീഡിയോകൾ ഉൾപ്പെടുത്താറൊക്കെ ആ ഉണ്ടായിരുന്നു. ഇതില് അല്ല, വീഡിയോകൾ പറയുമ്പോ അത് മുന്നേ നടന്ന വീഡിയോകളാണല്ലോ. ഉം, പലരും പല ഭാഗത്ത് പ്രസംഗിച്ചതും അങ്ങനെയാണല്ലോ. ഉം, അതല്ലാണ്ട് നമ്മളൊരു നമ്മളിപ്പോ പറയല്ലോ, ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു ബാത്റൂമിൽ കയറുമ്പോൾ എന്ത് ചെല്ലണം അല്ലെങ്കിൽ അങ്ങനെ കുറെ നമ്മളെ നിത്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങളും ഇല്ല. അതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഹദീസും ഖുർആനും മാത്രമാണല്ലോ നമ്മളെ വഴി. അതെ. അപ്പൊ ആ വഴിക്കുള്ളതായിട്ടുള്ള കുറച്ച് അറിവുകൾ ജനങ്ങൾക്ക് എത്തിക്കണ മാതിരി എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കൂടെ? ഉം. അതിന് ആദ്യേ ആ പ്രവാചകൻ എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങക്ക്? ഇല്ല. പ്രവാചകൻ 13 വർഷം ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദാണ്. അതെ. അപ്പൊ നമ്മള് പ്രവാചകൻ ചെയ്ത പോലെ ചെയ്യാം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല 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 ആദ്യം ഞാൻ ആദ്യം ആ ആദ്യം നമ്മള് തൗഹീദ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. CM-നെയും മമ്പർത്തങ്ങളെയൊക്കെ ഒന്ന് വിളിക്കൽ നിർത്തണ്ടേ ആദ്യം, അതിപ്പോ എന്നിട്ടല്ലേ പിന്നെ നിസ്കാരത്തിന്റെ കാര്യമൊക്കെ. അല്ല, അതിപ്പോ ഓരോരുത്തർ അങ്ങനെ പോകുന്നോണ്ട് നമുക്കൊന്നും തടുക്കാനും പറ്റില്ല. എന്താ തടുക്കാന്ന് മീൻസ് നിങ്ങൾ പറഞ്ഞ ഒരു അങ്ങനെ പറയാ, നിങ്ങൾക്ക് അറിയുന്ന അറിവ് അത് ശരിയല്ല എന്നുള്ള ലെവലിൽ പോണവരും അങ്ങനെ പോട്ടെ. അല്ലാണ്ട് ഇപ്പൊ അല്ലേ നമുക്കിപ്പോ അല്ലേ അല്ലേ എല്ലാരും ഇതിപ്പോ നിങ്ങൾ പറയുമ്പോ തന്നെ നിങ്ങൾ മുജാഹിദാവും അല്ലെങ്കിൽ സുന്നിയാവുക, അതങ്ങനെയാണ് ഇപ്പത്തെ കാലം, അങ്ങനെയാണ്. അതല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ നിങ്ങൾ പേരെന്താ? ചെയ്യുന്ന എന്റെ ഒരു അസീസ്. അസീസ് ഭായ്, അബ്ദുൽ അസീസ്. ആ ഞാന് ആ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, ആ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വളരെ നിസ്സാരമായിട്ടാണ് കണ്ടത്. അതായത് പ്രവാചകൻ 13 വർഷക്കാലവും ഒരു ഇബാദത്തും ഒരു ആരാധനയും ഒരു ഇബാദത്തും കൊടുക്കാതെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? ജീവിതചര്യ തന്നെയാണ്, ഈ ഖുർആനായിട്ടും ഇതായിട്ടും. അവിടെ നമ്മള് വ്യക്തമായിട്ട് പറയണം തൗഹീദ് എന്ന്. തൗഹീദ്. എന്നാൽ തൗഹീദ് അതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ. എനിക്ക് അത്ര ഞാൻ നിങ്ങളത് കേട്ടിട്ട് ഞാൻ കുറെ മനസ്സിലാക്കിയതല്ലാണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും അത്ര വലിയ ഇതിലേക്ക് നിങ്ങൾ പറഞ്ഞാല് നമ്മളൊരു പക്ക സാധാരണക്കാരൻ. നമുക്ക് ഇതിന്റെ ഒരു അറിവില്ല എന്ന് പറഞ്ഞാല് നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന അറിവുകളാണ് നമുക്കും. അവിടെ ആ ഖബർ സിയാറത്ത് പോലും നിഷിദ്ധമാക്കിക്കൊണ്ട്, അതൊക്കെ അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഞാൻ അത് പഠിച്ചിട്ടുള്ള ഞാൻ പറയട്ടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആ പറഞ്ഞതല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. ഖബർ പറഞ്ഞു. സിയാറത്ത് പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക. ആരാണ് സ്വഹാബത്ത്? സച്ചരിതരായ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളാണ്. ഖൈറുന്നാസ് കർണിയാണ്. ആ വിദ്യാർത്ഥികൾക്ക്, അതും അറബി അറിയണ, അറബി സംസാരിക്കുന്ന, അറബി കേട്ടാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് 13 വർഷക്കാലം റസൂലുള്ള തൗഹീദ് പറഞ്ഞത്. അതെ നിങ്ങൾ അതെ. അങ്ങനെ ചിന്തിക്കേ, ആ മനസ്സിലാവുണ്ടോ? അതായത് ആ ഇവിടെ ഈ മയ്യത്ത് വ്യവസായത്തിന്റെ നാലുപുറവും അതുപോലെ വിദേഹത്തിന്റെയും അതുപോലുള്ള കാര്യങ്ങളിൽ കെട്ടുപാടുകളിൽ നിൽക്കുന്ന ഈ ജനത, ഇവറ്റക്ക് അറബി അറിയില്ല, എനിക്കും അറിയില്ല. അതെ അതെ നമ്മള് അതെ. അപ്പൊ ഈ നമ്മള് ഈ തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ആദർശമാണ്. ഉം, ആ ആദർശമാണ് നമ്മുടെ അമാനത്ത്. ഉം. നമ്മൾ അമാനത്തായിട്ട് കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. അതെ ആ തീർച്ചയായും. വിശ്വാസം കളങ്കപ്പെടുത്തിയിട്ട്, ഞാൻ ചുരുക്കം പറഞ്ഞുതരാം. നമ്മള് നിസ്കാരത്തില് 14 ഫർളുകളുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ കേട്ടതായിരിക്കും, ഇത് പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് പല വീടുകൾ കേൾക്കുന്നുണ്ട്. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് മടക്കി നിസ്കരിക്കാം, ഉം. ഇല്ലേ? അതെ അതെ. നോമ്പിന്റെ ഫർളുകള് രണ്ടിൽ അപ്പൊ അത് ഏത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടാലും നമുക്ക് മടക്കി അതെ നോമ്പ് വിൽക്കാം. നോക്കാം. ആ, ഏത് കർമ്മപരമായ കാര്യമാണെങ്കിലും. എന്നാൽ ഷഹാദത്ത് നഷ്ടപ്പെട്ടാലോ, പിന്നെ അത് മടക്കി നഷ്ടപ്പെട്ട നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
ഇല്ല 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 ഇല്ല. ഷഹാദത്ത് നഷ്ടപ്പെട്ടാൽ നിസ്കാരം നഷ്ടപ്പെട്ടു എന്ന് അറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ കാലാകാലം മോൻ കൊമ്പിട്ട് നീർന്നും കൊണ്ടിരിക്കല്ലേ. അതെ അതെ അതെ. അപ്പോ ഷഹാദത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ആവലാദികളും വേവലാദികളും നമ്മൾ ഇറക്കി വെക്കുന്നത് CM മടവൂര് അതുപോലെ തന്നെയുള്ള മനുഷ്യന്മാരുടെ ആ ഒരു ഇതിലാണ്. അതിന് ഇസ്തിഗാസ എന്ന് പേരിട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇവിടെ നാടായ നാട്ടിൽ കൂടി ഒക്കെ മൈക്കെട്ടി പ്രസംഗിക്കണില്ലേ. ഇപ്പൊ കമ്മിയായല്ലോ അല്ല, അതൊക്കെ. കമ്മിയായിട്ടൊന്നുമില്ല, കൂടിയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഇപ്പൊക്കെ കമ്മിയായിട്ട് ഇപ്പൊ അത്ര കൂടിയിരിക്കുകയാണ്, പരിപാടിയുണ്ട്. കൂടിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മളറിവ് എന്റെ വിലയിരുത്തലില് കമ്മിയാണ്. മൻസൂർ ഭായി ഇപ്പൊ വാച്ച് ചെയ്യണവർ ഞാൻ വാച്ച് ചെയ്യണില്ല. ഉം. പക്ഷെ നമ്മുടെ അതായത് കാഴ്ചപ്പാടിലൊക്കെ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാ ജനങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം ഞാൻ സമസ്ത മദ്രസയിൽ പഠിച്ച ആളാണ്. അതെ അത് സമസ്ത പറയാനുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അംബിയ ഔലിയാക്കന്മാരുടെ ശുഹദാക്കളുടെ ഔലിയാക്കന്മാരുടെ ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളടങ്ങ് തീർക്കണേ അല്ലാന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ കൂട്ടം ഇപ്പോ നേർക്കുനേർ വിളിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയില്ല, ഇസ്തിഖാസ ചെയ്യാന്നാ പറയാ. ഇല്ല ഇതിപ്പോ എന്താ ഇപ്പൊ മൻസൂർ ഭായി ഞാൻ ഒരു ഇത് പറയാം. ഇതിപ്പോ ഈ പറയല് ഈ മൗല്യന്മാര് മാത്രമല്ല, അണികൾ കുറവാണെന്നുള്ള എന്റെ കാഴ്ചപ്പാട്. ഇനിയിപ്പോ നിങ്ങളെങ്ങനെ വിലയിരുത്തിക്കണമെന്ന് അറിയില്ല. അല്ല അല്ല അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ. നമ്മളെ വാപ്പ നമ്മളെ അമ്മ മരിച്ചാലേ ഈ മൂല്യന്മാർ തന്നെ അല്ലേ കൊടുത്തിട്ട് ഈ അണികൾ തന്നെ അല്ലേ അവിടെ 4 പേർ ഇരുന്നിട്ട് ഈ പിന്നെ തീർച്ചയായും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചെണ്ടി പറഞ്ഞിട്ട് തിന്ന് വെക്കാൻ വിട്ടു പോണത്? തീർച്ചയായും അതിനൊരു കുറവില്ലല്ലോ. ഇല്ല 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 ഇല്ല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പൊ എന്റെ വീട്ടിലത്തെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന അറിവ് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അത് നമ്മളത് ആരെ സഹായിക്കുക എന്നുള്ള മൈൻഡോട് കൂടിയിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാല് നമുക്ക് എന്റെ കാഴ്ചപ്പാടിലേക്ക് സുന്നി ഇല്ല, മുജാഹിദും ഇല്ല. ഇതിൽ നിങ്ങൾ പറഞ്ഞാല് അള്ളാനായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ബന്ധമായിട്ട് പോകാന്നല്ലാണ്ട് നമ്മളൊരു AP ഇല്ല, EK ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു മുസ്ലിമാണ്. അതായത് കാരണം അജാറസ്കരിച്ചും ചെയ്യാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നമ്മളൊരു സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. നമ്മളെ ഈ ഉമ്മത്ത് ഇങ്ങനെ ആയത് അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നും അകറ്റുക എന്ന ലക്ഷ്യത്തോടെ കുറച്ച് പൗരോഹിത്യം ഇവിടെ ഇറങ്ങിയിട്ട് ഓലെന്താ ചെയ്യുന്നറിയോ? നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 45 കഴിഞ്ഞു. 45 കഴിഞ്ഞു. നിങ്ങളും 2-3 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ എന്റെ കുട്ടിക്കാലത്ത് ഞാന് ഇതും 2 വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കഥ തന്നെ പറയാൻ പോണത്. നിങ്ങളത് ഞാനൊരു 100-ൽ 75 അല്ല 90% നമ്മൾ കേട്ടിട്ടുണ്ടാവും. സത്യം പറയാൻ മെമ്മറി കുറവാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു ആവറേജിലും താഴെയുള്ള ഒരു കുടുംബത്തിലാണ് ജീവിച്ചിരുന്നത്. അത് അല്ലാതെ പണിക്ക് പോണ ഉമ്മാന്റെയും വാപ്പാന്റെയും മകനായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോ ഈ റമദാനൊക്കെ ആവുന്ന സമയത്ത് മഗ്‌രിബിക്ക് വേറെ നിസ്കാരമൊന്നുമില്ല. അതായത് ഈ പറയണത് ഒരു 7-8 അല്ലെങ്കിൽ 6-7 വയസ്സുള്ള സമയമാണ് കേട്ടോ. ആ സമയത്ത് മഗ്‌രിബിക്ക് എന്ത് ചെയ്യും, പിന്നെ ഇവിടെ പള്ളിക്ക് പോയിരിക്കും. മഗ്‌രിബ് ബാങ്കുറുകിന്റെ തൊട്ട് പള്ളിയുടെ തൊട്ട് ഒരു നായരുടെ ഒരു ഹോട്ടലുണ്ട്. ഒരു അമ്മയും മകനുമാണ് ആ ഹോട്ടൽ നടത്തിയിരുന്നത്. അവിടുന്ന് പാട്ടുണ്ട്. ഇപ്പൊന്നും അങ്ങനത്തെ പാട്ട കാണാല്ലോ. ഒരു ടിന്നിന് പിടുത്തം വെച്ചിട്ടുള്ള പാട്ടയില് ഒരു 5-6 ചായയും എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ കുത്തി നാട്ടിയിട്ട് പഴയ ചായ ഗ്ലാസ് രാജേട്ടൻ എന്ന് പറഞ്ഞ ആള് വരും. അത് പിന്നെ പള്ളിയുടെ സൈഡിൽ വെക്കും. ഒരു കാക്ക, അതായത് ഞാൻ എന്റെ വല്യപ്പാന്റെ സ്ഥാനത്ത് കാണുന്ന ആളാണ് അബ്ദുപ്പാക്ക. അദ്ദേഹത്തിന്റെ അരയിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും. ആ കത്തി എടുത്തിട്ട് ഒരു കാരക്ക, ഈത്തപ്പഴം അല്ല, അന്നൊക്കെ ഈത്തപ്പഴം കിട്ടല് പിന്നെ പൂരത്തിനാണ്. പൂരക്കാവില് അല്ലെങ്കിൽ ഈത്തപ്പഴം കിട്ടല്, അല്ലാണ്ട് ഈത്തപ്പഴം കാണില്ല. ബേക്കറിയിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അന്നത്തെ കാലത്ത്. ഇതിപ്പോ നമ്മൾ പറയണത് ചുരുങ്ങിയത് ഒരു 10-38 അല്ലെ 36 മുമ്പുള്ളതാണ്. നമ്മുടെ നാട് അങ്ങനത്തെയാണ്. അങ്ങനെ ഈ ഈത്തപ്പഴത്തിനെ ഒരു 8-9 ചീന്താക്കും. വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ചീന്തിയിട്ട് പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കും. അതും ഓരോ ഗ്ലാസ് ചായയും. ഈ ഒരു ഈത്തപ്പഴത്തെ ഈ കാരക്കട കഷ്ണത്തിനും ഈ ഒരു ചായക്കും പോകുമ്പോ അവിടെ തലയും താടിയും പിന്നെ ഡ്രസ്സും ഒക്കെ വെളുത്തിട്ടുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാല് വയസ്സന്മാര് മാത്രമേ അല്ല കൂടുതൽ അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. ചെറുപ്പക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതും കുടിച്ചിട്ട് നമ്മൾ സ്കെച്ചിട്ട് പോരും ചെയ്യും. പിന്നെ പോകുക ബദരീങ്ങളെ നീർച്ചക്ക് പത്രി അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു.
അല്ല അന്ന് പിന്നെ കുട്ടികൾ എല്ലാവരും ഉണ്ടാവും. പക്ഷെ മറ്റുള്ള സമയങ്ങളിൽ നിങ്ങൾ പറഞ്ഞ ജമാഅത്തിന് വരെ കുട്ടികളില്ലാത്ത കാലം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ അവിടെ ഉള്ളോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ കുട്ടികളുണ്ടായിരുന്നു. അതെ പിന്നെ അപ്പൊ അവിടെ നിസ്കരിക്കാന് ആ റിട്ടയർമെന്റിന് കാത്തിരിക്കുന്ന ആളുകള് ആ ഓര് മാത്രം നിസ്കരിച്ചിരുന്ന നോമ്പ് തുറന്നിരുന്ന ആ സാഹചര്യം ഇന്ന് നിങ്ങളെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഉള്ള ബിരിയാണിയും കപ്സയായിട്ടല്ലേ നോമ്പ് തുറ നടക്കുന്നത്? അപ്പൊ ഒരു ആവശ്യമുക്കാലൊക്കെ അങ്ങനെ അതെ, ആയിക്കണല്ലോ. മൊത്തം യുവാക്കളാണ് ഇപ്പോ രംഗത്ത്. അതെ അതെ അതെ. പിന്നെ അതേപോലെ തന്നെ സുബഹിക്ക് മൊല്ലാക്കിയും വേറൊരാളും നിന്ന് നിസ്കരിച്ചിരുന്ന ആ ഒരു പള്ളി ഇപ്പൊ വലിയൊരു കൊട്ടാരാക്കിയിട്ട് അവിടെ റംസാനിക്ക് 4 സഫ് 5 സഫ് ചിലപ്പോ പള്ളി ഫുള്ളൊക്കെ ആയിട്ടുള്ള ലെവലിൽ ആളുണ്ടാവും അതെ അതെ അതെ. ഉണ്ടാവും. അതേപോലെ നിങ്ങളെ കുട്ടിക്കാലത്ത് ഹജ്ജിന് പോയ ആളുകളെ ഹാജിയമാരെന്ന് വിളിച്ചിരുന്നു. ഇന്നിപ്പോ വിവരം കേട്ട ആളുകൾ ഹാജിയമാരെന്ന് വിളിക്കേണ്ട മറ്റൊരു കാര്യം, ഈ എഹ്റാമെന്ന് തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ ഹാജിന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള ഈ ഹാജികൾക്ക് അറിയില്ല കൊണ്ടോ. അത് പോട്ടെ, ഹജ്ജിന് പോകുമ്പോ നമ്മൾ അറിയുമായിരുന്നു. ഓക്കെ അല്ലേ? അറിയിക്കുമല്ലോ, എല്ലാരും അറിയിക്കും. അറിയിക്കും, മൗലൂദൊക്കെ ചെല്ലും, അവിടെ എല്ലാരും വിളിച്ച് ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം വെള്ളത്തിലൊക്കെ കൊടുക്കും. ചെയ്യാൻ. ആ ഇന്ന് ഹജ്ജ് കഴിഞ്ഞു വന്നിട്ട് ഈത്തപ്പഴം കൊണ്ട് വരുമ്പോഴാണ് അതെ ഹജ്ജിന് സത്യം. പോയിരുന്നു. അതെ പോണതും അതെ വരുന്നതും അതെ. അറിയണില്ല, അറിയില്ല, ഉംറക്ക് പോണത് സത്യം. തീരെ അറിയണില്ല. ഇല്ല 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 ഇല്ല. അപ്പൊ എന്റെ അമ്മ ഉണ്ട് പറയണു, ചെറുക്ക എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയായിക്കൊണ്ടാ, ഞാൻ അടുത്ത മാസം ഉംറക്ക് വച്ചിട്ടാണെന്ന്. അത് പോകാൻ കാലം തീരുമാനിച്ചൊക്കെ റെഡി ആക്കിയിട്ടാ അപ്പൊ പറയണത്. അത് കാലം അങ്ങനെ അല്ല, ഇപ്പൊ അതാണ് അവസ്ഥ. ഫാസ്റ്റ് അല്ലേ. പണ്ട് അങ്ങനെയല്ല. അതേപോലെ തന്നെ എന്തൊരു കാര്യമുണ്ടോ ഈ കർമ്മപരമായ കാര്യങ്ങൾ പറഞ്ഞു വന്ന വിഷയത്തുമൊക്കെ എന്നിട്ടില്ലേ കൊണ്ടുവരുന്നത്. ഓവറായിട്ട് ആ സംസാരിച്ച് കൊളാക്കണില്ല, നിങ്ങൾക്ക് ആ സംസാരിക്കാനുള്ള സമയമുണ്ട്. അതായത് ആ ഈ കർമ്മപരമായ ഇബാദാത്തുകൾ ഉണ്ടല്ലോ, ഉം ഇബാദാത്തുകള് വർദ്ധിക്കണം. നിസ്കാരവും അതെ നോമ്പും ഒക്കെ വർദ്ധിക്കന്നെ വേണ്ട. സക്കാത്തിന്റെ കാര്യം നമ്മൾ വിട്ടുപോയി. 2 റുപ്യന്റെ കോയിൻ ഇറങ്ങിയ സമയത്തൊക്കെ നമ്മളെ മണ്ണടി കൂടിയും പിന്നെ വെള്ളറന്ത് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ പിന്നെ പെരയിൽ നിന്നും 1 റുപ്യയും 2 റുപ്യയും കിട്ടും. ഇന്നത് ഉം കറക്റ്റ് അർഹരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ഇസ്ലാമാണ് മറ്റൊരു കാര്യം. അതെ കർമ്മപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അത് വർദ്ധിച്ചു. മരിച്ചോടത്തുള്ള പരിപാടികൾ അതൊക്കെ കൂട്ടി, ഉം നേർച്ചകളുടെ ഉറൂസുകളുടെ ആനകളുടെ എണ്ണൊക്കെ കൂട്ടി, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇബാദാത്തുകളും അനാചാരങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചു. എന്തുണ്ടായത്? ആദർശത്തിന് അങ്ങോട്ട് കൊണ്ടേ ഇല്ലാണ്ടായി. ചാപ്പ് കിട്ടു. ഉം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ അമാനത്ത് നമ്മളെ നിങ്ങൾ ആദർശമാണ്. ആദർശം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ യോജിക്കുന്നു. അത് നിങ്ങൾ അതേ ഒരു ചോയ്സ് തന്നെയാണ് നമ്മൾ പോണത്. ഒരു 99% ഞാനായിട്ട് പോണ നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പോലെയാണ് നിങ്ങളും പോണത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിളിച്ചത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ഇതും കൂടി അതുകൂടി നിങ്ങൾ പോയി പ്രസംഗം ആഡ് ചെയ്യുന്നത് ഒരു 2 വ്യക്തികൾ, അതിപ്പോ ഇതൊന്നുമല്ല, അത് മുജാഹിദോ ഞാൻ ജമാഅത്തോ ഞാൻ അങ്ങനെ. പറഞ്ഞത് കുറച്ചും കൂടി നിങ്ങൾ എനിക്ക് സമയം തന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞു. നമ്മളൊക്കെ നിങ്ങള് സമസ്ത മദ്രസയിലല്ലേ പഠിച്ചിരിക്കണേ? സമസ്തയാണെങ്കിലും മുജാഹിദിന്റെ ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആണെങ്കിലും ഏത് മദ്രസയിലാണെങ്കിലും നമുക്ക് ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അയലുള്ളി മുസാസുള്ളി എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. അവിടെ ഏതായാലും പീരാനൗലിനെ വിളിക്കാൻ പഠിപ്പിച്ചിരുന്നില്ല, CM അടവൂരിനെ വിളിക്കാൻ പഠിപ്പിച്ചിരുന്നില്ല, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാൻ പഠിപ്പിച്ചിരുന്നില്ല. അവിടെ നിസ്കാരവും നോമ്പും മറ്റുള്ള കാര്യങ്ങളും ദിക്റും തായ്മൊക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പഠിച്ചിട്ടില്ലെങ്കിലും അറബി പഠിഞ്ഞു കുണിച്ച് നമുക്ക് ആ തങ്ങളെ കടയിൽ പോയി കഴിഞ്ഞാൽ, യുനാനി തങ്ങളെ കടയിൽ പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഈട് കിട്ടും. ദൈനംദിന ജീവിതത്തിലെ ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പെയാണ് 100 ചില്ലാനം ബുക്ക് യൂട്യൂബ് വഴി വിതരണം ചെയ്ത് ഒന്നും വാങ്ങാതെ. മെസ്സേജ് അയച്ചു, അത് കഴിഞ്ഞു. അതൊക്കെ ഇന്ന് നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു മൊയ്ലിയര് എവിടെയെങ്കിലും അല്ലല്ലാത്തവരെ വിളിച്ചു തരരുത് കേട്ടോ, പ്രാർത്ഥിക്കരുത് കേട്ടോ, പ്രാർത്ഥന അള്ളഹാനോട് മാത്രം, ഇന്ന ഷിർക്കല്ല ലുലുമുൻ അലീമാണ് കേട്ടോ എന്ന് ഏതെങ്കിലും തലയെ കെട്ടുകാരൻ പറഞ്ഞ് നിങ്ങൾ കേട്ടുക്കണോ? ഏതെങ്കിലും ഒരു മോലിയർ അങ്ങനെ പറഞ്ഞു കുണിച്ചെങ്കിൽ. അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയില് നമ്മളെ പേരോട് ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അസേരി പറയുന്നുണ്ട് ആ വിഷയം. അതിന് ആ ഉസ്താദിനെ എടുത്തിട്ട് ആ കുരുവട്ടൂരി നൗഷാദ് ചേക്കന്നൂരി ആക്കിക്കണം. പേരോന്റെ സ്വന്തം മകനുണ്ട്, വേറൊരു ഇന്റർനാഷണൽ ദായിയായി വരാൻ പോകുന്ന ആളാണ്. അയാൾ ഇതിനെക്കാട്ടി സ്ട്രോങ്ങാ, കടുത്ത വഹാബി. അവനെ KNM എടുക്കും തോന്നുന്നില്ല, ചേകനൂരിൽ കൊണ്ടാക്കേണ്ടി വരും. കേട്ടു നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം,
മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലസീ തങ്ങളെ സ്മരിക്കുന്ന മാസമല്ലേ. ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ. നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. അത് തന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെ എന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് പിന്നെ അമ്പിയാ ഉലിയാക്കളോട് തേടുന്നില്ല എന്നാ. അത് കഴിഞ്ഞ് പിന്നെ നേർക്ക് നേരെയുള്ള തേട്ടമാണ് ഈ പരിപാടി തുടങ്ങുമ്പോ തന്നെ നമ്മൾ പാടിയത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുണ്ടല്ലോ. മനസ്സിലാവും. അതായത് അല്ല, ആക്കണവരും ആക്കിക്കോട്ടെ, നമുക്ക് പറയാനുള്ള ആൾക്കാർക്ക് പറയാലോ. അപ്പോ ഇവിടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇബാദാത്തുകള് അല്ല അനുഷ്ഠാനങ്ങള് എന്നുള്ളത് പറയാനും പഠിപ്പിക്കാനും ഇന്ന് എല്ലാ വിഭാഗത്തിന്റെ ആളുകളുണ്ട്. എന്നാൽ ശിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ പാതകം, ഒരു കാരണവശാലും നരകത്തുനിന്ന് കരകയറി പോരാത്ത ആ പിഴച്ച ആ ഒരു സാധനം, അതിന്ന് രക്ഷപ്പെടുത്താന് വളരെ കുറച്ച് ആളുകളുള്ളൂ സാഹിബേ. ഇനി വരുന്ന തലമുറ നമ്മളെക്കാളും വിവരവും വിദ്യാഭ്യാസവും പഠിപ്പും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇനിയുള്ള ആൾക്കാർക്ക് നെല്ലും പതിരും വേർതിരിച്ചറിയാൻ പറ്റുന്ന കാലമാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ പഴയ കാലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാനത് വിശ്വസിക്കുന്ന കാലമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ. ഇപ്പൊ നമ്മൾക്ക് സ്വയം കണ്ടെത്താനുള്ള ഓരോ വഴികളുണ്ടല്ലോ. അതൊന്ന് പറയട്ടെ ഞാൻ. അൽഫ ജനറേഷൻ 2K കിഡ്സ് എന്ന് പറയുന്ന കുട്ടികള് എല്ലാം മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കല്ല ചെയ്യണത്. ഇവരുടെ ഈ പിരാന്ത് പറച്ചിൽ കേട്ടിട്ടുള്ളത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, നിങ്ങളെ നാട്ടിൽ ഇറങ്ങിയിട്ട് ഈ 2K കിഡ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ 80, നിങ്ങൾ 70 ആയിരിക്കും അല്ലേ? 79 ആ പറഞ്ഞത്. 70-ലായിരിക്കും, ഞാൻ 80-ലാണ്, 82-ലാണ്. അപ്പോ ഈ കിഡ്സിന് കുറച്ചും കൂടിയും പഴമയോട് അടുപ്പുണ്ട്. അത് നമ്മക്കൊക്കെ, നമ്മൾ പഴയതും പുതിയതും കണ്ടുകൊണ്ടിരിക്കണം. എന്നാല് അമ്മി കാണാത്ത കുട്ടികള്, ഇപ്പൊ അമ്മി ഉണ്ടെങ്കിൽ അടുപ്പില്ലോ. അതേപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മളെ ഉറി, അതേപോലെ നിങ്ങൾ സമ്മന്തി അരക്കുന്ന പല സമ്മന്തിക്കോരി കണ്ടിട്ടുണ്ടല്ലേ, ചേട്ടയും കൊണ്ടുള്ള കയ്യില്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാത്ത, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇട്ടിട്ടില്ലേ. ഞാൻ ദീർഘിച്ചു പോകാതിരിക്കാൻ കുറച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒന്നും കാണാത്ത 2000-ന് ശേഷമുള്ള എന്റെ 4 മക്കളും 2008 മുതലാണ് എന്റെ ആദ്യത്തെ കുട്ടി. അങ്ങനെ ഒക്കെ 2K കിഡ്സ് ആണ്. ഈ കുട്ടികൾക്ക് നമ്മളെ അന്നത്തെ ആ ഒരു ചിന്താശേഷിയും ഇതൊന്നല്ല, ഒന്നും കൂടിയും ഓല അഡ്വാൻസ്ഡ് ആണ്. ഓല ഒന്നും കൂടിയും നന്നായിട്ട് ചിന്തിക്കുകയും ഇപ്പോഴത് ഹെൽപ്പിംഗ് മൈൻഡും കൂടിയ കുട്ടികളാണ്. അതെ. ഇപ്പൊ നമ്മളൊരു തെറ്റ് എന്തിനാ ചെയ്യണം, അത് കുഴപ്പമില്ല, അത് അവർക്കൊരു ഉപകാരം, അങ്ങനത്തെ മൈൻഡ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഹെൽപ്പിംഗ് മൈൻഡ് കൂടി ഇപ്പോഴത്തെ കുട്ടികളിൽ ഞാൻ കണ്ടുവരുന്നതാണ്. അതിലും കൂടി നിങ്ങൾ കേട്ടോളി. നിങ്ങളും ഞാനും വളർന്ന് ജീവിച്ചിരുന്ന കാലത്ത് ഒരു സിഗരറ്റ് വലിക്കണം എന്നുണ്ടെങ്കിലേ പിന്നെ ഒരു 100 മീറ്ററെങ്കിലും ഊരെ പോയിട്ട് ഒളിഞ്ഞിരുന്നിട്ട് വലിക്കണം ഒരു സിഗരറ്റോ വീഡിയോ. ഇന്ന് ആ പ്രായത്തിലുള്ള കുട്ടികള് വളരെ സിമ്പിൾ ആയിട്ട് MDMA ആണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ലഹരിയുടെ അതിപ്രസരം എന്നുള്ളത് നമ്മളെ കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം വന്നിട്ടുള്ള ഒരു സാധനമാണ് ലൈംഗിക അരാജകത്വം. ലൈംഗിക അരാജകത്വം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളെ കാലത്ത്, നമ്മളെ കുട്ടിക്കാലത്ത് മറ്റേതുണ്ടോ, എന്താണ് ട്രാൻസ്ജെൻഡർ ഉണ്ടോ? ഉണ്ടോ ചോദിച്ചാൽ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. അല്ല, അത് ട്രാൻസ്ജെൻഡർ അല്ല, അത് വേറൊരു കമ്മ്യൂണിറ്റിയാണ്, അതിൽ പെട്ടിട്ടില്ല. നമ്മളെപ്പോഴും അവരെപ്പോഴും ഉണ്ട്. ഹിജഡ അല്ല ട്രാൻസ്ജെൻഡർ അല്ല, ഹിജഡ വേറെയാണ്, ട്രാൻസ്ജെൻഡർ വേറെയാണ്. അത് പോട്ടെ. ഓലിക്ക് രണ്ടാൾക്കും കൂടിയുള്ള ആകെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ജൽസ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ പറയണ്ട, അത് പോട്ടെ. ഈ
കുണ്ടന്മാരുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ പറയണൊന്നും തോന്നരുതില്ലേ, ഇല്ല ഇദ്ദേഹത്തിന് പറഞ്ഞോ. ഇൻഷാല്ലാ. കുണ്ടന്മാരുണ്ടായിരുന്നു. കുണ്ടന്മാരുണ്ടായിരുന്നു. ആ എന്നാൽ ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം അന്നത്തെ കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ദുർലഭമായിരുന്നു. ആ ആ അന്നിപ്പോ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്, അതില് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്. ആ എന്താണ് അംഗീകൃതം പേരൊന്നും പറയണ്ട. ആ ഓക്കെ ഓക്കെ ആ അംഗീകൃതം, അതായത് കോടതി അംഗീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങള് മറ്റു പല തലത്തിലേക്ക് ഈ കിഡ്സ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതോടൊപ്പമുള്ള ഒരു സാധനമാണ് ഈ വിശ്വാസം ഉണ്ടല്ലോ. ഇത് നമുക്ക് ഈ 10 കൊല്ലത്തിന്റെ ഉള്ളില് 10 കൊല്ലത്തോളായിട്ട് ഒന്ന് കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വിശ്വാസം എന്നുള്ളത് ഈ 2K കിഡ്സ് എന്നല്ല, അത് നമ്മളവിടെ നിന്നുള്ള ടീമിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പീരാന്ത് പറച്ചിൽ കേട്ടിട്ട് ഇത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വഹാബിയാക്കും, അല്ലെങ്കിൽ പിന്നെ ഹംകെ ജ് പേക്കാൻ നിൽക്കുകയാണില്ലെന്ന് ചോദിച്ചിട്ട് ചീത്ത പറഞ്ഞത് കാരണമായിക്കൊണ്ട് തെന്നലും തെറിയായിക്കൊണ്ട് മതം വിട്ട് തെറിച്ചു പോകുന്ന എത്രയോ എണ്ണങ്ങളുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് ഞാൻ മനസ്സിലായത് പറഞ്ഞത്, ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ് ഞാൻ ഇപ്പോഴുള്ള തലമുറയിൽ കൂടി ഒരു ഉപകാരപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയം അങ്ങനെ അതന്നെയല്ലേ സാഹിബ് ഞാൻ പറയണത്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അത് പറയാൻ ഇവിടെ 100,000 വേദികളുണ്ട്, 100,000 സ്ഥാപനങ്ങളുണ്ട്, ആളുകളുണ്ട്. അതല്ല മനസ്സിലായി പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൻസൂർ ഭായിക്ക് ഒരു അവസരമുണ്ട്, ഒരു ഭാഗമുണ്ട്, ഞാൻ ഇത്രയും നേരം എന്റെ ഒരാള് വിളിച്ചിട്ട് കൊല്ലത്തുനിന്ന് വിളിച്ചിട്ട് 2 മണിക്കൂർ 39 മിനിറ്റാണ് മൂപ്പര് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിലാണ് നിങ്ങള് വാട്സാപ്പിൽ വിളിച്ച ആളല്ലേ? ഞാൻ വാട്സാപ്പിലല്ലേ ഡാക്ടറിനെ വിളിച്ചു. വാട്സാപ്പിൽ ഒരാൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ പറയുന്ന വിഷയം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നന്മ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുവാൻ ഇന്ന് മദ്രസകളുണ്ട്. ആ മദ്രസകളിൽ ഷിർക്ക് സംബന്ധമായിക്കൊണ്ട് വ്യക്തത പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ആ മദ്രസയിൽ ഒരു ബുക്കിൽ പോലും പഠിപ്പിക്കാത്ത, അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ വിഷയം ഒരു ബുക്കിലും ഞാൻ ഇവരെ പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടുകൂടാ? അതിന്ന് മൂല്യമാര് മൈക്കെടുത്ത് കിട്ടിയാ പിന്നെ അത് പിന്നെ അവർക്ക് ഒരു ട്രെൻഡാണല്ലോ, പിന്നെ അത് അങ്ങനെയല്ലേ പോവുള്ളൂ. അപ്പൊ എനിക്ക് വ്യക്തമായ കൂടുതൽ അറിവില്ലാത്ത, എനിക്ക് എന്റെ ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ആ ഒരു അറിവേ ആ വിഷയത്തിലൊക്കെ ഉള്ളൂ. ഞാനൊരു പണ്ഡിതനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അതല്ല മനസ്സിലായി. നമ്മളിത് ഇപ്പൊ ഇതിൽ പഠിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവര് വഴിക്കാലും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതും കൂടി പറഞ്ഞാണേ. എന്താ നിസ്കാരാണോ? അല്ല നിസ്കാരം അല്ല, നമ്മള് മൊത്തത്തിൽ നോമ്പല്ല, ഹജ്ജല്ല, സക്കാത്തല്ല, ഷഹാദത്ത് കലിമയല്ല, പിന്നെന്താണ്? അല്ല ഇതെല്ലാം അല്ല, ഇത് പഠിപ്പിച്ച സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ മാതിരി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ് അങ്ങോട്ട് കാര്യം? ഈ അള്ളില്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നടക്കുന്ന മൗലിയമാര് ഓല ഇതിന് പോയിക്കോട്ടെ എന്നുള്ളതാണോ? അവരെ പണി അവര് ചെയ്തോട്ടെ, അതിന് നിങ്ങൾ വേറെ വിടുന്നുണ്ടല്ലോ. അതിന് നല്ല കാര്യം കൂടി ചെയ്തോട്ടെ. നല്ല കാര്യം തന്നെ, ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. അല്ല അത് ചെയ്യണോ, അതിനെതിരല്ല, അത് നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. അത് എത്ര നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എനിക്കതിന് മാത്രം അറിവില്ലാന്ന്. എന്റെ പരിമിതമായ അറിവിൽ നിന്ന് ഷിർക്ക് അത് ഏറ്റവും വലിയ പാതകമാണ്, വിദഅത്ത് അത് എടുത്തു കളയേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ എനിക്കറിയാം, അതിനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാത്തതിനെ ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് ആളുകള് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ഇതൊന്നും വേണ്ടേ, മദ്രസകളുണ്ട്, ചാനലുകളുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ പറയാന് ആളുകൾ കുറവാണേ. അപ്പൊ നിങ്ങളായിട്ട് ഒന്നും കൂടി ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾക്ക് കൊണ്ട് എന്തെങ്കിലും ഇനിയും കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. ഒന്നും ചെയ്യാനില്ലെന്നാണ് ഞാൻ ഇത്രയും നേരങ്ങൾ ഇത് പറയണത്. മനസ്സിലായി. അല്ല നമുക്ക് നമ്മളൊരു ആശയം നിങ്ങൾക്ക് കൈമാറണമെന്നുള്ളൂ, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. അബ്ദുൽ അസീസ് സാഹിബേ, നിങ്ങൾക്ക് എന്താ ജോലി? ലാബാണ്. ലാബ്. ഞാനേ അങ്ങനത്തെ ഒരു സംഭവത്തിൽ കണ്ട് ഇറങ്ങി കിട്ടിയാൽ മതി മൊയ്ലിയാക്കന്മാർക്ക്. അതൊക്കെ അതിൻ്റെതായ അതിൻ്റെതായ വഴികളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ
ഇപ്പൊ പോണ പോക്കിൽ അങ്ങനെ പോട്ടെ. ഈ കാര്യങ്ങളൊക്കെ പറയാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാൻ നമ്മളെ നൗഷാദ് ബാക്കവി, കബീർ ആ. ബാക്കവി പോലത്തെ ബാക്കവിമാരൊക്കെ വയത് പറയണില്ലേ? നമ്മളെ അത് കുട്ടികളവിടെ അല്ല പോയിട്ട് പഠിച്ചിട്ടേ. അവരെ വഴിക്ക് അവരെന്തായാലും ഇപ്പൊ മൻസൂർ ഭായിക്ക് ഇങ്ങനെ പറയാനുള്ള ഇപ്പൊ മൻസൂർ ഭായി നല്ലൊരു കാര്യം ചെയ്തു. അത് ആ ഒരു വഴിക്കാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നതും നിങ്ങൾ പറയുന്ന വ്യത്യാസമല്ലേ? ഓല് പറയണ നന്മന്റെ എന്തെങ്കിലും എന്നെ കൊണ്ട് പറയാൻ കഴിയുമോ? അല്ല ഇപ്പൊ ആസിഫീങ്ങളായ വർഷങ്ങളോളം കിതാബ് ഓതി പഠിച്ച അല്ല ഉസ്താദന്മാരില്ലേ, ഓല് പക്ഷെ പക്ഷെ ഷിർക്കിനെ കുറിച്ച് പറയണില്ലേ? ഓല് അതാണ് ആത്മീയ വാണിഭത്തെ കുറിച്ച് പറയണില്ലേ? ഓല് പറയാത്ത ഞാൻ പറയാ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനും അതാ തന്നെ കേട്ടോ, ഒരുപാട് ആളുകള് ഈ വിഷയങ്ങൾ ആത്മീയ ചൂഷണങ്ങൾ തുറന്നു കാണിക്കുകയും ഷിർക്കിനെ കുറിച്ച് പറയുകയും വിധത്തിനെ, ഇനി ഇതൊന്നുമല്ല. ഇനി 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 ഇത്രയും നേരം പറഞ്ഞിരുന്ന് ഇനി അവസാനം ഞാനിതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. പറഞ്ഞു. അതായത് ഞാൻ പറയുന്നത്, ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പോയിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ടോ വീഡിയോ എടുത്തിട്ടോ ഞാനൊന്നും ആരെയും പറയുന്നില്ല. അല്ല ഈ സോഷ്യൽ നിങ്ങൾ മീഡിയയിൽ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിലേക്ക് അവരുടെ വിവരക്കേടുകളും ഈ പിഴച്ച തള്ളുകളും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടാലല്ലേ ഞാൻ അടുത്ത് പറയുന്നുള്ളൂ. അതെ 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 അതെ. അപ്പൊ അത് അവര് ഇടയിൽ നിർത്തോളം എന്റെ ഉത്തരവാദിത്തം ഞാൻ സ്വയം ഏറ്റെടുത്താണ്. ഞാൻ എനിക്ക് അല്ല കൊട്ടേഷൻ അല്ല കൊടുത്തിട്ടുണ്ട്. അല്ല അല്ല അത് കുഴപ്പമില്ല. ഞാൻ അതിന്റെ അത് ഇടയിൽ എനിക്ക് നല്ല പറയാൻ സമയമല്ല. അല്ല അത് മനസ്സിലായി. ആ അത് അതെ, ആ അതൊന്നും അതിന്റെ ഇടയിൽ കൂടി നടക്കൂല. ഞാൻ അത്രയും വലിച്ചു നീട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്റെ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, നമുക്ക് ഇത്രയും നമുക്ക് നിന്റെ സ്വന്തം കിട്ടുന്ന അറിവുകൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന വിഷയത്തിനെ കുറിച്ച് അതിന്റെ അപ്പുറം പറയാൻ എനിക്ക് അറിയില്ല. പിന്നെ അറിയില്ല. പറയാനുള്ള കുറച്ച് നാട്ടുവർത്താനങ്ങളോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതിന് ചാനലുകൾ വേറെയുണ്ട്. മൻസൂർ ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. അത് ഇടയ്ക്ക് വീഡിയോകൾ വരലുള്ളൂ. അതിൽ ആനുകാലിക വിഷയങ്ങൾ വരാറുണ്ട്. റിയാക്റ്റീവ് വീഡിയോസ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. അതിലിപ്പോ വീഡിയോ ഇടലില്ല. റിയാക്റ്റീവ് വീഡിയോസ് എന്നുള്ള ചാനലില് അതില് എല്ലാരെയും വിചാരം നമുക്ക് വേറെ, നിങ്ങളിപ്പോ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ പറഞ്ഞുകൂടെ എന്നുള്ളതാണ്. അത് ആ ചാനലിൽ അത് ഇട്ടാല് വേറെ വിഷയം എന്നല്ല പറഞ്ഞത്. ഇതിനോടനുബന്ധിച്ചിട്ടല്ല ഇപ്പൊ ഇവര് തെറ്റ് പറയണത്. ഇപ്പൊ നിങ്ങള് ചൂണ്ടിക്കാണിക്കണ്ടല്ലോ, അപ്പൊ ഇത് ഇങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാണിക്കണ്ടല്ലോ. അതന്നെ അത് അതിന്റെ യഥാർത്ഥ പൊരുളായിട്ട് തന്നെ ഒരു അങ്ങനെ എന്തൊരു ഒരു അവതരണം കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. വേറെ ഒന്നല്ല. അങ്ങനെ പറഞ്ഞു വരെ ഞാൻ കരുതിയത്, നിങ്ങൾ ഫസ്റ്റ് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പുതിയൊരു ഒരു സംഭവം ഇസ്ലാമിക് ആയിട്ട് പറയണമെങ്കിൽ അതിന് കൂടുതൽ അഡീഷണൽ ഒരു അറിവും കൂടി അതിന് കൂട്ടത്തിൽ കയറ്റുകയാണെങ്കിൽ നല്ലതെന്നുള്ളൂ. അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആ ആയത്ത് ഓതിക്കൊണ്ട് തൗഹീദ് പറഞ്ഞ മുഹമ്മദ് അസ്അരി എന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ, അയാളത് പറഞ്ഞത് വഹാബി അല്ല, വഹാബിയിൽ നിന്നും വിട്ട് ചേക്കന്നൂരിയായി എന്നാണ് നൗഷാദ് ഹസനി പറഞ്ഞത്. ആ വീഡിയോയില് നൗഷാദ് പറഞ്ഞതും മുഹമ്മദ് അസ്അരി എന്ന് പറയുന്ന ആ ഉസ്താദ് പറഞ്ഞതും പറഞ്ഞുകൊണ്ട് അതെന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇനി അല്ല നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അല്ല ഞാനെന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രം എടുത്തിട്ട് അത് മാത്രം അവതരിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പറയണില്ലല്ലോ. ഏത് ഇപ്പൊ പല വിഷയങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോ അവർക്ക് വേണ്ടപ്പെട്ട കണ്ടന്റ് മാത്രം എടുത്തിട്ട് മാത്രമല്ലേ പറയുന്നുള്ളൂ. എന്നിട്ട് അതിന്റെ പിന്നിൽ ഇവർക്ക് വേണ്ട കറാമത്തുകളും അങ്ങനെ ഇങ്ങനെ ആയിട്ട് മസാല വരുമല്ലേ. അപ്പൊ ആ മസാല വരാത്ത രൂപത്തിൽ ഒരു പാർട്ടായിട്ട് ഒരു വിഷയം കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന മറ്റു ഓരോ കാര്യങ്ങളും ചില പ്രസംഗങ്ങൾ നിങ്ങൾ എന്റെ 70% വീഡിയോ കണ്ടു എന്ന് പറഞ്ഞൊക്കെ തെറ്റാണ്. നിങ്ങൾ എന്റെ ഏതോ 1-2 വീഡിയോ കണ്ടുക്കണം. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാര്യം വീഡിയോക്ക് ലെങ്ത് കൂടി കഴിഞ്ഞാൽ ആളുകള് അതിന്റെ അടിയിൽ കമന്റ് ഒക്കെ നോക്കണം. നിങ്ങള് ചീത്ത പറയും. എന്നാൽ തന്നെ മങ്കൂസ് മൗലൂദ് സംബന്ധമായിക്കൊണ്ട് ഇസ്തിഖാമ എന്ന് പറയുന്ന SKSF-ന്റെ ഒരു ഉസ്താദ്, ഒരു എന്താണ് അബ്ദുൽ ഗഫൂർ അൻവരി എന്തോ പറയട്ടെ, അയാൾക്ക് ഒരു വിഷയം തന്നെ 32 മിനിറ്റോളം നമ്മൾ നീട്ടിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന വീഡിയോകള് ഷോർട്ടിന്റെ കാലാണ്. നമ്മൾ വെറുതെ ഇവിടെ എനർജിയും കളഞ്ഞ് നെറ്റും കളഞ്ഞ് സമയവും കളഞ്ഞ് നമ്മള് വെറുതെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇന്ന് ആളുകൾക്ക് വേണ്ട. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ കുറെ നീട്ടിപ്പരത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പെട്ടെന്ന് ഇത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ വീഡിയോ ചെയ്യാതിരിക്കുമ്പോ തന്നെ നമ്മൾ ചിന്തിക്കുക. ആ കണ്ടന്റ് പൂർണ്ണമായിട്ട് പരമാവധി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
വേറെ ഓക്കെ. എന്തൊക്കെയാണ് അബ്ദുൽ അസീസ് സാഹിബ് നിങ്ങളുടെ അഖ്ബാറുകൾ പറയും? അൽഹംദുലില്ലാ. ലാബ് എന്ന് പറഞ്ഞാല് രക്തം, കഫം, മലമൂത്രം. ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് ഇപ്പോ ഞാൻ 70% കേട്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലേ, ആ അത് തെറ്റാ. ശരി, സോറി, അത് ക്ഷമിക്കുക. അതായത് നമ്മളെ അല്ല, നിങ്ങളൊരു പ്രേക്ഷകരനും അല്ല, നിങ്ങളൊരു ഇഷ്ടപ്പെടുന്ന ഒരാളും പിന്നെ അത് ഒറ്റയടിക്ക് അത് പറയുന്നത് ശരിയായില്ല. അത് ഞാനേ മാത്രം ഞാനേ ഒരു ആ മിനിറ്റ്, ഒരു ആ മിനിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ആ പറയുന്ന വിഷയം ആ എന്റെ വ്യൂ കോണിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുസ്ലിയാക്കന്മാരുടെ ആവശ്യമാണ്. ആ ഇനി ആ അതെന്താണെന്നും കൂടി പറയാം. പറയും. എനിക്ക് മറുപടി പറയുന്ന കുറെ മൊയ്ലിയാക്കന്മാരുണ്ടായിരുന്ന ഒരു സമയത്ത്, അതെ അതെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 5-6 ആള് ഇരുന്നിട്ട് അല്ല 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 ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ മൊയ്ലിയരല്ല, തലകെട്ടല്ല, ഒന്നുമില്ല, ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് മറുപടി തരുന്ന ആൾക്കാർ തലകെട്ടും എല്ലാം ഉള്ള ആൾക്കാരാണ്. ആ പക്ഷെ അവരൊക്കെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെക്കായി മാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സംഭവമേ വരാൻ പാടില്ല. അവര് നമുക്ക് അറിവ് തരേണ്ട ആൾക്കാരാണ്. അപ്പോ അവര് പൊട്ടിത്തെറിച്ചിട്ട് മറ്റേ ഒരു സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ വരെ ഉപയോഗിക്കണ്ടായില്ല. അതൊന്നും അല്ലാണ്ട് നമുക്ക് അങ്ങനത്തെ അതാ പറയുന്നത്. അവരൊന്നും അപ്പൊ ഈ ഖുർആൻ പഠിച്ച ആളും ഒരു നമുക്കൊരു അല്ല ഒരു എന്താ പറയുക, ഒരു ഉസ്താദായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനത്തെ വാക്കുകൾ ഒരു വരാനും പാടില്ല. ഇവരെന്നിട്ട് ഉസ്താദന്മാരാണ്, മറ്റൊരാൾക്ക് താങ്ങുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതല്ലാണ്ട് നല്ല മൂല്യന്മാരെ നമ്മൾ ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തിയാക്കട്ടെ. അതായത് അവര് ആ മറുപടിയായിട്ട് നിന്നത് അതൊരു പ്രൊപ്പഗണ്ടയാണ്. പിന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ ടോപ്പിക്കിൽ അവരുടെ സംസാരങ്ങളിൽ വരുമ്പോ ഞാൻ അവരിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അതെന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സംസാരമായി മാറും. ഞാനിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്റേതായിട്ടൊരു ലക്ഷ്യമുണ്ട്. എന്റെ വീഡിയോകളില് വെറുതെ ഒരു പണിയും തൊഴിലും ഇല്ലാണ്ട് ചെയ്യണമല്ല, നല്ല വ്യക്തമായ ധാരണയുടെയും ഒരു ഹിക്മത്തിന്റെയും ഭാഗമായിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോ അതിൽ നിന്ന് വഴി തിരിക്കുക എന്നുള്ള ലക്ഷ്യം അന്ന് അവർക്കുണ്ടായിരുന്നു. അതിനാണ് ആ തരത്തിലൊക്കെ സംസാരിച്ചിരുന്നത്. എന്നെ പല ആളുകളും വിളിക്കും, ഒന്ന് മറുപടി കൊടുക്കണം, ഓനിക്കൊന്ന് മറുപടി. എനിക്കൊക്കെ മറുപടി കൊടുക്കല്ല പണി, നമുക്ക് വേറെ പണിയുണ്ട് സാഹിബേ. അതായത് ഓല് പറയണേന് ഞാൻ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇവിടുത്തെ ഈ പണി നിന്നില്ലേ. അതിനൊരു തെളിവ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. തെളിവ് പറഞ്ഞേരട്ടെ. എത്ര മുസ്ലിയാക്കന്മാര്, അത് മൻസൂറിന്റെ മാത്രം മിക്സ് വേണായിക്കോ, പിന്നെ എന്റെ മാത്രം ഒരു ഇത് എന്ന് പറയരുതില്ല. ഞാൻ അഹങ്കാരം പറയുന്നല്ല. എന്റെയൊക്കെ പ്രവർത്തനം, എന്നെ പോലെയുള്ള ആളുകൾ, കുറെ ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് എത്ര മുസ്ലിയാക്കന്മാര്, ഈ കള്ളക്കറാമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മുസ്ലിയാക്കന്മാര് സ്റ്റേജ് ഔട്ട് ആയി പോകുന്നറിയോ നിങ്ങൾക്ക്? അതിനെ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇപ്പൊ കമ്മിയാണ് പറഞ്ഞില്ല, അപ്പൊ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞത്. സ്റ്റേജ് ഔട്ട് ആയിക്കണോ? പക്ഷേ മറ്റു പല തലങ്ങളിലൂടെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനി വരുന്ന തലമുറക്ക് അത് സ്വീകാര്യ ആവൂല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. കേട്ടു, അതന്നെ. ഇല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിലയിരുത്തിയതാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത്. എന്റെ വീടിന്റെ പരിസരത്ത് ചുരുങ്ങിയത് ഒരു 10ഓളം യുവാക്കൾ എസൻസിന്റെ പ്രേക്ഷകരായിട്ടുണ്ട്. അവര് വെള്ളിയാഴ്ച പള്ളി പോവും. ഇതിലൊന്നും കുഴപ്പമില്ല. എസൻസിന്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഈ ഒരു കാര്യം നിങ്ങള് എന്റെ വീഡിയോകൾ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നത് അങ്ങനെ പറയുമ്പോ പിന്നെ ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അഹങ്കാരോ അല്ല പറയണത്. നമ്മൾക്ക് നമ്മളതായിട്ടുള്ള ഒരു മേഖല ഉണ്ട്. അറിയാത്ത വിഷയങ്ങൾ പോയിട്ട് പറഞ്ഞിട്ട് ഉള്ള പണി കളയണ്ടെന്നാ പറയണത്. ഓക്കെ, നിങ്ങൾ പറയണ പോലെ ഞാൻ എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിവ് കുറവാണ്, ഇൽമ് കുറവാണ്. ഞാന് ഒരു ആയത്ത് ഓതിയാല് 10, 14, 15 കൊല്ലം കിതാബ് ഓതിയിട്ട് ദർസിൽ പഠിച്ച് കിതാബ് ഓതി പിന്നെ ബിരുദം എടുത്തു വന്ന മൊയ്ലിയാക്കന്മാര് എന്റെ മഹ്റജ് പോയി എന്ന് പറഞ്ഞിട്ട് കളിയാക്കണത് ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അറബ് ഭാഷയില് അത്രേ അറിവുള്ളൂ. അപ്പോ അറിയാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഞാനൊന്നും പറയലില്ല. വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തില്
അല്ല അതന്നെ ചെയ്യേണ്ടത്. നമുക്ക് അത്രേ ഉള്ളൂ. അറിവില്ലാത്ത അത് വെറുതെ നമ്മൾ ചെയ്യണ്ടേ. പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ. അങ്ങനത്തെ അപ്പൊ അതിന് നമുക്ക് നിലനിൽപ്പുണ്ടാവും. ഇൻഷാ അല്ലാ. നമ്മളൊരാളെ തിരിച്ച് ചോദ്യം ചെയ്യരുത്. ഉം. ഓക്കെ, എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ. എന്തെങ്കിലും സംസാരിച്ചതിനിടയിൽ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അധികം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല അത് നമ്മള് ഓക്കെ ഓക്കെ അസ്സലാം. ഞാൻ എന്തായാലും മണ്ണാർക്കാട് വരുമ്പോ വിളിക്കണ്ട്. ആ വഴിക്ക് ഇൻഷാ വരികയാണെങ്കിൽ അല്ലാ. ഇൻഷാ അല്ലാ. അവിടെ കാണുമോ? മണ്ണാർക്കാട് നിന്ന് ഉണ്ടാവും അതെ വേറെ എവിടെയും അങ്ങനെ മണ്ണാർക്കാട് 1.5 കിലോമീറ്റർ ഉള്ളു. മണ്ണാർക്കാട് മിക്കവാറും സമയത്തൊക്കെ മണ്ണാർക്കാട് ഉണ്ടാവും. ഉണ്ടാവൂലേ? ഓ ഇൻഷാ അല്ലാ. ഞാൻ ഇവിടുന്ന് അവിടെ വരികയാണെങ്കിൽ വിളിക്കണ്ട, നേരിട്ട് ഇൻഷാ കാണാം. അല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി.